നാളെ ജൂലൈ 4 കേരളം കാത്തിരുന്ന വിധി പറയുന്ന ദിവസം. അതിന്റെ തലേ ദിവസമായ ഇന്ന് നമുക്കതിന്റെ പ്രഡിക്ഷൻ ഒന്ന് നോക്കാം. UDF സർക്കാർ 72 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നാണ് എന്റെ പ്രഡിക്ഷൻ. LDF സർക്കാരിന് 66 സീറ്റുകളും NDAക്ക് 2 സീറ്റുകളും ലഭിക്കും. UDFന് 69 മുതൽ 75 വരെ സീറ്റ് ലഭിക്കാം. അതാണ് 72 സീറ്റ് എന്ന് പറഞ്ഞത്. LDFന് 63 മുതൽ 69 വരെ സീറ്റുകൾ ലഭിക്കാം. 66 സീറ്റുകൾ ലഭിക്കുമെന്നും NDAക്ക് 0 മുതൽ 2 വരെ സീറ്റുകൾ ലഭിക്കാം. 2 സീറ്റ് ലഭിക്കുമെന്നാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. 140 മണ്ഡലങ്ങൾ വിശകലനം ചെയ്യും. അതിന്റെ റിസൾട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പാർട്ടി വൈസ് റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ LDFന് വേണ്ടി CPIM 48 സീറ്റുകളും CPI 9 സീറ്റുകളും കേരള കോൺഗ്രസ് മാണി വിഭാഗം 3 സീറ്റുകളും ISJD 1, കേരള കോൺഗ്രസ് B ബാലകൃഷ്ണ വിഭാഗം 1 സീറ്റ്, NCP 1, NSC PT റഹീമിന്റെ NSC പാർട്ടി 1 സീറ്റ്, RJD, RSPL ലെനിനിസ്റ്റ് പാർട്ടി എന്നിവർ ഓരോ സീറ്റുകൾ നേടുകയും UDFനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 45 സീറ്റുകളും മുസ്ലിം ലീഗ് 17 സീറ്റുകളും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 5 സീറ്റുകളും ഇൻഡിപെൻഡന്റായി 1 സീറ്റും CMP CP ജോണിന്റെ 1 സീറ്റും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം 1 സീറ്റും RSP RMPI 1 സീറ്റുകളും നേടുകയും ചെയ്യും. NDAക്കായി BJP തന്നെ 2 സീറ്റുകൾ നേടും. ഇനി ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ നോക്കിയാൽ കാസർഗോഡ് 1-3 NDAക്ക് 1 സീറ്റ്, കണ്ണൂർ 4-7, വയനാട് 2-1, കോഴിക്കോട് 5-8, മലപ്പുറം 16-0, പാലക്കാട് 5-7, തൃശ്ശൂർ 4-9, എറണാകുളം 12-2, ഇടുക്കി 4-1, കോട്ടയം 5-4, ആലപ്പുഴ 5-4, പത്തനംതിട്ട 2-3, കൊല്ലം 3-8, തിരുവനന്തപുരം 4-9 NDAക്ക് 1 സീറ്റ് ലഭിക്കുമെന്നാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് 297 സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുകയുണ്ടായി. 293 സീറ്റുകൾ വരെ ലഭിച്ചു. ആ വീഡിയോ ഇതേ ചാനലിൽ തന്നെ ലഭ്യമാണ്. നാളെ ആവേശകരമായ ഒരു ഇലക്ഷൻ റിസൾട്ടിനായി നമുക്ക് കാത്തിരിക്കാം.